നിങ്ങളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എന്നുള്ള ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യ ശക്തി നമ്മളുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്ക് ആ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. ദൈവം അരൂപിയാണ്. നമ്മുടെ ശിരസിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കളർ പ്രകാശത്തോടുകൂടി ആ ദൈവം ശോഭിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം ദൈവം അറിയാതെ ഭൂമിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളാവാം, ഹിന്ദു മതത്തിൽപ്പെട്ട ആളാവാം, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാകാം, ഏതു മതത്തിൽപ്പെട്ട ആളുമായിക്കോട്ടെ, ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മളോടൊരു കടപ്പാടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ജീവിതം ഞാൻ എക്സാമ്പിളായി നിങ്ങളോട് പറയുകയാണ്. ജീവിതത്തിൽ വളരെയധികം ഒറ്റപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. ജനിച്ച കാലം മുതൽ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ സഹോദരങ്ങളെല്ലാം മാരീഡായി പോയി, ഞാൻ മാരീഡല്ല. ഇന്ന് ഞാൻ ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ നിന്ന് ജീവിക്കുന്നു. പക്ഷേ എൻ്റെ ആത്മവിശ്വാസവും എൻ്റെ സെൽഫ് കോൺഫിഡൻസ്, എന്നെ ദൈവത്തോടുള്ള ആ സ്നേഹവും പ്രതിപത്തിയുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ചെറുപ്പം മുതലേ ഈശ്വര വിശ്വാസിയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാനുള്ള കഴിവെന്നിലുണ്ട്, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഭൂമിയിൽ ജനിച്ചു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഓരോ ദിനചര്യകൾ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, ഇങ്ങനെ നമ്മുടെ ജീവിതം പോവുകയാണ്. ദൈവത്തെ ഒട്ടും അറിയാത്ത ആളുകളുമുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഹാർഡ് വർക്ക് ചെയ്ത് പണം സമ്പാദിക്കുക, ദൈവത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളത്. അത് തെറ്റായൊരു കാര്യമാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്യാനും പണം സമ്പാദിക്കാൻ നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മൾക്കൊരു ഈശ്വരനുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് 40,000 രൂപയുടെ ആവശ്യം എനിക്കുണ്ടായിരുന്നു. ഞാനത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കരുതി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രത്യക്ഷമായിട്ട് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു. ഞാനൊരു പുസ്തകം എടുത്തിട്ട്, ഒരു ഡയറി എടുത്തിട്ട് അതിലിങ്ങനെ എഴുതി വെച്ചു, എനിക്ക് പ്രോജക്റ്റ് മുഴുവനും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ 40,000 രൂപ തന്ന് സഹായിച്ചതിന് നന്ദി യൂണിവേഴ്സ് എന്ന് എഴുതി വെച്ചു. അതിൻ്റെ താഴെ താങ്ക് യു എന്ന് 3 പ്രാവശ്യം ഞാൻ എഴുതി വെച്ചു. ഇത് ഇന്നും ഞാൻ എഴുതാൻ തുടങ്ങി. ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വിദേശത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് 40,000 രൂപ അയച്ചു തന്നു. ആ പ്രോജക്റ്റ് അതിഭംഗിയായിട്ട് ഞാൻ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് സക്സസ്സിലേക്ക് പോകാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മളുടെ മനസ്സിൻ്റെ ആ പ്രവർത്തനം പോലെ ഇരിക്കും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവായിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. ഇങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളും നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ്. പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ശരിക്കും സംഭവിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തീഗോളം പോലെയാണ്. നിങ്ങളുടെ നേരെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ പ്രതിസന്ധികളെ നിങ്ങൾ തച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ആ പ്രതിസന്ധികളെ നിങ്ങൾ നേരിടാനായിട്ട്, ആ തീഗോളത്തെ ആഞ്ഞടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ തീഗോളത്തെ ആഞ്ഞടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിന് ശക്തി വേണം എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയിലും ഏത് കാലാവസ്ഥയിലും നിന്ന് പോകാൻ തക്ക രീതിയിലുള്ള ശക്തി നമ്മുടെ മനസ്സിന് വേണം എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ളൊരു ഈശ്വര വിശ്വാസം നമുക്ക് വേണം. ഈശ്വരനില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, പക്ഷേ ഈശ്വരൻ എന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ആ ഈശ്വരൻ നമ്മൾക്ക് എല്ലാം തരാനായിട്ട് മതിയായ ഒരുവനാണ്. ഈശ്വരൻ അരൂപിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്പർശിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയില്ല, ടച്ച് ചെയ്യാൻ കഴിയില്ല. എന്നാലും ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും നല്ല ഈശ്വര വിശ്വാസമുള്ള ചില കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഈശ്വര വിശ്വാസമുള്ള കുടുംബത്തിൽ നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനും നല്ല ജോലി സമ്പാദിക്കാനും മണി ഏൺ ചെയ്യാനും എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങളും സൂപ്പർബായി നടത്താൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. പിന്നെ ജീവിതമാണ്, ചില നിരാശകൾ നമ്മളിലേക്ക് വരും. അപ്പോൾ ഈ നിരാശകളെയെല്ലാം നമ്മൾ മനസ്സിൽ കൊള്ളും തോറും നമ്മൾ ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈശ്വരനോട് ഒരു മാർഗ്ഗദീപമായി നമ്മുടെ മുമ്പിൽ നിൽക്കാനും ആ ദീപത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാനും കഴിയുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു വിളക്കാണ്. ആ വിളക്കാവുന്ന ദീപത്തെ അണയിച്ച് കളയാനും അതിനെ കെടുത്തിക്കളയാനും മറ്റുള്ളവർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അതേപോലെ
തന്നെ നിങ്ങളാകുന്ന നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും ഒരു വിളക്കാക്കി നിങ്ങളെ മാറ്റിയിരിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ നിങ്ങളാകുന്ന വിളക്കിനെ ഊതിക്കെടുത്താനായിട്ട് നിങ്ങൾക്കും അവകാശമില്ല, മറ്റുള്ളവർക്കും അവകാശമില്ല. ഈ ഭൂമിയിൽ ഒരു ദീപത്തെ പോലെ തിളങ്ങേണ്ടവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കെല്ലാം വേണം. മണി വേണം, ഗ്രോത്ത് വേണം, പവർ വേണം, സെൽഫ് കോൺഫിഡൻസ് വേണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല ഷെൽട്ടറിൽ ഉറങ്ങണം, നല്ല ഡ്രസ്സ് വേണം, നിങ്ങൾക്കെല്ലാം വേണം. അതാ ഈശ്വരൻ തന്നിരിക്കും. അതായത് നിങ്ങളെ വിളക്കായിട്ടാണ് ഈശ്വരൻ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിളക്കിനെ ഊതി കെടുത്തിക്കളയാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന എൻവിയസായ അസൂയാലുക്കളായ ആളുകൾക്കോ ഈ സൊസൈറ്റിക്കോ നമ്മളെ ബന്ധപ്പെട്ട ആർക്കോ അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് തന്നെ അതിനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. നമ്മളാകുന്ന ദീപം എപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സോ ഞാൻ അവസാനമായി പറഞ്ഞു വയ്ക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങളൊരു ഗോഡിൽ വിശ്വസിക്കുക, ഈശ്വരനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഏത് ഈശ്വരനായിക്കോട്ടെ, ആ ഈശ്വരനിൽ വിശ്വസിച്ച് ഉറച്ച കാൽവയ്പോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.